ഹായ്, ഞാൻ ഡോക്ടർ സൂര്യ. നമുക്ക് ഇന്ന് കുഞ്ഞുവാവകളുടെ വെയിറ്റ് ഗെയിനിനെ കുറിച്ച് സംസാരിക്കാം. ഒരു 8-9 മാസമൊക്കെ ആകുമ്പോഴേക്കും കുഞ്ഞുവാവകൾ നല്ലവണ്ണം ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ വെയിറ്റ് ഗെയിൻ കുറച്ച് ബുദ്ധിമുട്ടിലാവും. പിന്നെ അവർക്ക് നമ്മൾ എങ്ങനെ വെയിറ്റ് കൂട്ടാൻ എന്തെല്ലാം ഭക്ഷണം കൊടുക്കാം, എന്തെല്ലാം ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. കുഞ്ഞുവാവയുടെ കുറുക്കിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ കൂട്ടണം. ന്യൂട്രിറ്റീവ് വാല്യൂ കൂട്ടുക എന്ന് പറയുമ്പോൾ അത് എനർജി ഡെൻസ് ആക്കാൻ വേണ്ടി നമുക്ക് ഗീ ആഡ് ചെയ്യാം, ടേസ്റ്റ് കൂട്ടാൻ തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം, നട്ട്സും സീഡ്സും എല്ലാം പൊടിച്ച് അതിൽ ആഡ് ചെയ്യാം, മുളപ്പിച്ച ധാന്യങ്ങൾ ഉപയോഗിക്കാം, പയറുവർഗ്ഗങ്ങൾ പൊടിച്ച് ഉപയോഗിക്കാം. അങ്ങനെയെല്ലാം ആഡ് ചെയ്ത് കുഞ്ഞിൻ്റെ കഴിക്കുന്ന കുറുക്കിൻ്റെ ക്വാളിറ്റി കൂട്ടണം. രണ്ടാമതായിട്ട് കുഞ്ഞിന് റെഗുലറായിട്ടുള്ള ഇൻ്റർവെല്ലിൽ ഫുഡ് കൊടുക്കണം. ഇന്ന് 6 മണിക്ക് കൊടുത്താൽ നാളെ 8 മണിക്കാവരുത്. എന്നും ആ ഒരു സമയം കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. പിന്നെ ഓരോ മീലിനിടയിലും കൃത്യമായിട്ടുള്ള ഒരു ഇൻ്റർവെൽ വേണം. മിനിമം 3 മണിക്കൂറെങ്കിലും വേണം. അതുപോലെ തന്നെ രാവിലെ കുഞ്ഞ് എണീറ്റ് കഴിഞ്ഞ ഉടനെ കുഞ്ഞിന് കുപ്പിപ്പാലോ കുഞ്ഞിന് ചായയോ കാപ്പിയോ എല്ലാം കൊടുക്കുന്ന രീതി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. ഇതൊന്നും കുഞ്ഞിന് ആ നേരത്ത് വേണ്ട. ഇനി കുഞ്ഞ് ഫോർമുല മിൽക്ക് കുടിക്കുന്ന കുഞ്ഞ് തന്നെയാണെങ്കിലും എണീറ്റ ഉടനെ തന്നെ കുഞ്ഞിന് ആ മിൽക്ക് ഓഫർ ചെയ്യരുത്. കുഞ്ഞിന് ധാന്യങ്ങളെല്ലാം കൊടുക്കുമ്പോൾ പയറുവർഗ്ഗങ്ങളായാലും ധാന്യങ്ങളായാലും മുളപ്പിച്ച ശേഷം കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ റാഗിയെല്ലാം കൊടുക്കുമ്പോൾ തലേന്ന് തന്നെ അത് വെള്ളത്തിലിട്ട് കുതിർത്തിയ ശേഷം കൊടുക്കുക. അപ്പോൾ കുഞ്ഞിന് ഡൈജസ്റ്റ് ചെയ്യാനും എളുപ്പമായിരിക്കും. ഇനി എങ്ങനെ നമുക്ക് മുളപ്പിച്ച പയറുവർഗ്ഗങ്ങളും ധാന്യങ്ങളും കുഞ്ഞിന് കൊടുക്കാമെന്ന് നോക്കാം. ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും എല്ലാം വെള്ളത്തിലിട്ട് കുതിർത്തി അത് പിറ്റേ ദിവസം ഊറ്റി വെച്ച് ഒരു 48 മണിക്കൂറെല്ലാം അത് ഇങ്ങനെ ഊറ്റി മാറ്റി വയ്ക്കുക. അതിലിടയ്ക്കിടയ്ക്ക് വെള്ളം തളിച്ച് കൊടുക്കണം. പതിയെ അത് മുള വരും. ആ മുള വന്നതിന് ശേഷം അത് വെയിലത്തിട്ട് ഉണക്കാം. അത് നന്നായി ചൂടാക്കിയ ശേഷം പൊടിച്ച് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. കുറുക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ അത് അതിൽ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ഇത് സെപ്പറേറ്റ് കുറുക്കിയും കൊടുക്കാവുന്നതാണ് കുഞ്ഞിന്. അതുപോലെ തന്നെ മുൻപ് പറഞ്ഞല്ലോ, നട്ട്സ് എല്ലാം ചേർക്കാവുന്നതാണ്. നട്ട്സിൽ ഏറ്റവും നല്ലത് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി പീനട്ട്സ് ആയിരിക്കും. കുറച്ചുകൂടി അഫോർഡബിൾ ആണ്. വളരെ ന്യൂട്രിറ്റീവ് കണ്ടൻസ് ഉള്ളത്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണ്, ഹെൽത്തി ഫാറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ല നട്ട് എന്ന് പറയുന്നത് പീനട്ടാണ്. പീനട്ട് അലർജി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് പീനട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്.